അതിന് മറുപടി പറഞ്ഞോളൂ. PR ശിവശങ്കർ പറഞ്ഞതിന് മറുപടി എന്തിനാണ് ഇരട്ടത്താപ്പ്? രണ്ടാമത് 2020 എന്നുള്ള കോൺഗ്രസിന്റെ സ്വപ്നം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന പ്രകാശം മാഷയുടെ പരിഹാസത്തിന് മറുപടി. അല്ല, ശ്രീ എം പ്രകാശൻ മാഷ് പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്ന് പറഞ്ഞു. സാരമില്ല, ഞങ്ങൾ കഴിഞ്ഞ തവണ 2020 എന്ന് പറഞ്ഞപ്പോഴേ വെറുതെ തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് 19 സീറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നഷ്ടമായ ഏക സീറ്റ് ആലപ്പുഴയായിരുന്നു. ആ ആലപ്പുഴ കൂടി തിരികെ പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് ശ്രീ KC വേണുഗോപാലിനെ പോലൊരു ടോൾ ഫിഗറിനെ ഞങ്ങൾ മത്സരിപ്പിക്കുന്നത്. ശ്രീ ശിവശങ്കരൻ, അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ ക്യാമ്പയിനെ പറ്റി വലിയ ധാരണയില്ലാത്തതുകൊണ്ടായിരിക്കണം. അദ്ദേഹം പറഞ്ഞു KC വേണുഗോപാൽ പരാജയപ്പെടുമോ എന്ന ആശങ്കയിലാണ് ശ്രീ രാഹുൽ ഗാന്ധി വരാത്തതെന്ന്. അത് അദ്ദേഹം മാധ്യമങ്ങൾ കാണാത്തത് കൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ രാഹുൽ ഗാന്ധിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടായി. രാഹുൽ ഗാന്ധി 22ഉം 23ഉം ഡേറ്റുകളിൽ സ്കെഡ്യൂൾ ചെയ്തിരുന്നത് ആലപ്പുഴയും വയനാടുമായിരുന്നു. ആലപ്പുഴയിൽ ഒരു വലിയ റോഡ് ഷോ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ക്ലോസ് അസോസിയേറ്റ് എന്ന നിലയിൽ ശ്രീ KC വേണുഗോപാലിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ റോഡ് ഷോയും 23-ാം തീയതി അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ വയനാട്ടിലുള്ള പ്രവചനവും, ഇത് രണ്ടും എല്ലാ മാധ്യമങ്ങളിലൂടെയും അതിൻ്റെ അറിയിപ്പുകളെല്ലാം കിട്ടിയതാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് ശാരീരികമായ ചില രോഗാവസ്ഥകളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്കെഡ്യൂളുകൾ ആലപ്പുഴയിലെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ, ഇപ്പോൾ വയനാട്ട്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ യുക്തി വെച്ചിട്ടാണെങ്കിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വിജയിക്കില്ല എന്ന ഏതെങ്കിലും ആശങ്ക അവിടെ സുരേന്ദ്രന് പോലുമില്ലല്ലോ. ശ്രീ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്ന ശ്രീമതി ആനി രാജയ്ക്ക് പോലുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടല്ല, അത് ശാരീരികമായൊരു അസ്വസ്ഥതയുടെ ഭാഗമായിട്ടുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. അത്തരം ചൈൽഡിഷ് ആയിട്ടുള്ള ആർഗ്യുമെൻസിനൊന്നും മറുപടി പറഞ്ഞ് ഒരുപാട് സമയം കളയേണ്ട കാര്യമില്ല. പിന്നെ താങ്കൾക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന റിസൾട്ട് വരുന്ന ദിവസം വരെ ആലപ്പുഴ ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. പക്ഷെ ഒരു തർക്കവും വേണ്ട, ആലപ്പുഴയിൽ വലിയ ഭൂരിപക്ഷത്തിന് ശ്രീ KC വേണുഗോപാൽ ആലപ്പുഴയുടെ MP ആയി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതവിടെ നിൽക്കട്ടെ. ഇവിടെ അദ്ദേഹം ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് കേരളത്തിന് പുറത്ത് CPM-ന് വേണ്ടിയിട്ട് BJP-ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് ഒപ്പം നിൽക്കുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിലെ CPM നേതാക്കന്മാരെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ ക്രെഡിബിളായി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ തമിഴ്നാട്ടിൽ വെങ്കടേഷ്, അദ്ദേഹം മത്സരിക്കുന്ന സിറ്റിംഗ് സീറ്റിൽ അദ്ദേഹത്തിൻ്റെ ചെറിയ പടവും രാഹുൽ ഗാന്ധിയുടെ വലിയ പടവും വെച്ചിട്ടുള്ള പോസ്റ്ററുകളാണ് അടിച്ചിരിക്കുന്നത്. തിരിച്ചും മറിച്ചും വിശ്വാസമാണ്. പക്ഷേ വാളയാറിനിപ്പുറത്തുള്ള CPM ദൗർഭാഗ്യവശാൽ RSSന് കേരളത്തിലൊരു വലിയ രാഷ്ട്രീയ ഫ്രണ്ടൽ ഇല്ലാത്തതുകൊണ്ട് RSSന് ഏറ്റവും ഒന്നാമത്തെ രാഷ്ട്രീയ ഫ്രണ്ടലായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് CPM-ആണ്. ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ് എന്താണ് ശ്രീ പ്രകാശ് മാഷ് മറുപടി പറയാത്തത്? നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ അദ്ദേഹം ആവേശത്തോടു കൂടി പറയുകയാണ്, അദ്ദേഹം ചലഞ്ച് ചെയ്താൽ ഞാനത് പ്ലേ ചെയ്യാൻ തയ്യാറാണ്, ആവേശത്തോടു കൂടി പറയുകയാണ് ഗുജറാത്തിൽ BJP-യുടെ മുന്നേറ്റം ഉണ്ടാകും. അതെങ്ങനെയാണ് ശ്രീ പ്രകാശ് മാഷെ? നമ്മൾ ഒരുമിച്ച് മത്സരിക്കുന്ന BJP-ക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം നടത്തുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് BJP-യുടെ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് പറയുവാനായിട്ട് കഴിയുന്നത് എങ്ങനെയാണ്? ഒന്ന്. പിന്നെ താങ്കൾ ചോദിച്ചു, അരുണാചൽ പ്രദേശിൽ BJP ചില സീറ്റുകളിൽ എതിരില്ലാതെ ജയിച്ചു, അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം കോൺഗ്രസിൻ്റെ. ശരി, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ ഞങ്ങൾക്ക് തക്കതായ സ്ഥാനാർത്ഥികളെ ലഭിച്ചില്ല, മത്സരിക്കാത്തതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കാം. CPM എന്താ സാറേ മത്സരിക്കാഞ്ഞത്? CPM നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ കൈ കയറി പിടിച്ചോ? പാടില്ല, കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കൈ കയറി പിടിച്ചോ? ഇല്ലല്ലോ. അപ്പം നിങ്ങളവിടെ നോമിനേഷൻ കൊടുക്കാത്തതുകൊണ്ടായിരിക്കുമല്ലോ BJP താങ്കൾ പറഞ്ഞതുപോലെ എതിരില്ലാതെ ജയിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായ വീഴ്ചയിൽ നിങ്ങൾ വൈകുന്നേരം അന്തിച്ചർച്ചയ്ക്ക് വന്നിരുന്നിട്ട് ഈ കോൺഗ്രസിൻ്റെ തലയിൽ മാത്രം കയറുന്നതിനകത്ത് ഒരു ഇരട്ടത്താപ്പില്ലേ? അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? പിന്നെ ദല്ലാൽ നന്ദകുമാറിനെ ആരാണ് സർ ഗ്ലോറിഫൈ ചെയ്തത്? പ്രകാശ് മാഷ് പറയൂ. ദല്ലാൽ നന്ദകുമാർ ഒരു കാലഘട്ടം മുഴുവൻ VS അച്യുതാനന്ദൻ്റെ പരിച്ഛേദമായി നടന്നിരുന്ന ആളാണ്. അതിനുശേഷം ഇപ്പോൾ ദല്ലാൽ നന്ദകുമാറുമായിട്ട് ഏറ്റവും വലിയ ആത്മബന്ധമുള്ള ആളുകൾ ആരൊക്കെയാണ്? ഒന്ന്, പ്രകാശ് ജാവദേക്കർ, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള വിഷ്വൽസും ഫൂട്ടേജുകളും ഉണ്ട്. രണ്ട്, ഈ ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയ്ക്ക് പൊന്നാട അണിയിക്കുവാൻ വേണ്ടി പാർട്ടി യാത്ര മാറ്റിവെച്ചിട്ട് ശ്രീ EP ജയരാജൻ എന്ന് പറയുന്ന നിങ്ങളുടെ മുന്നണി കൺവീനർ വരുന്നതിനെ പറ്റി താങ്കൾ എന്താണ് പറയാത്തത്? ഇനി അത് രണ്ടും മാറ്റി വെച്ചോളൂ. എങ്ങനെയാണ് BJP-യുടെ സ്ഥാനാർത്ഥികൾ പ്രഗത്ഭരാണ് എന്ന് LDF-ന്റെ മുന്നണി കൺവീനർക്ക് പറയാൻ കഴിയുന്നത്? ഏതെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു ബൂത്ത് പ്രസിഡന്റെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ബൂത്ത് പ്രസിഡന്റ്? നിങ്ങളുടെ LDF-ന്റെ കൺവീനറാണ്, നിങ്ങൾ ഒന്നാമത്തെ ആളാണ്. ഈ LDF കൺവീനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ഉം BJP-യും തമ്മിൽ കൺവീൻ ചെയ്യുന്ന ആ ചുമതലയിലിരിക്കുന്ന ആളെയാണോ നിങ്ങൾ LDF കൺവീനർ എന്ന പദവിയിൽ കൊണ്ടുവന്നിരുത്തുന്നത്? അതാണോ അദ്ദേഹത്തിൻ്റെ ആ ലൈസണിംഗ് ആണോ? CPM BJP ലൈസണിംഗ് ആണോ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം? കോൺഗ്രസിൻ്റെ ഒരു ബൂത്ത് പ്രസിഡന്റെങ്കിലും പറഞ്ഞിട്ടുണ്ടോ BJP-യുടെ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ പ്രഗത്ഭരാണെന്ന്? മതേതര കേരളം പറയുന്നുണ്ട് BJP-യുടെ ഒരു സ്ഥാനാർത്ഥികളും പ്രഗത്ഭരല്ല, ഒറ്റൊരാൾ പോലും രണ്ടാം സ്ഥാനത്ത് പോലും എത്തുവാൻ കഴിയുന്നില്ല. നമ്മൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി പറയുകയല്ലേ ശ്രീ പ്രകാശ് മാഷ്, ഒറ്റ സീറ്റിൽ പോലും BJP രണ്ടാം സ്ഥാനത്ത് പോലും വരാൻ പോകുന്നില്ല. BJP കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും 3-ാം സ്ഥാനത്ത് പോകും. ഒരു തർക്കവും വേണ്ട. മത്സരം നമ്മൾ തമ്മിൽ, ഒന്നാമത് ഞങ്ങൾ, രണ്ടാമത് നിങ്ങൾ. അങ്ങനെ തന്നെയാണ് കേരളത്തിൻ്റെ പരിച്ഛേദം, അങ്ങനെ തന്നെയാണ് കേരളം മതേതരമായി നിലനിന്ന് പോകുന്നത്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഈ നന്ദകുമാറിനെ ഒന്നും തലയിലെടുത്ത് വെച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിലും ഒരു കോൺഗ്രസ് നേതാവ് നടന്നിട്ടില്ല ശ്രീ പ്രകാശ് മാഷെ.
നന്ദകുമാർ എല്ലാ കാലഘട്ടത്തിലും ദല്ലാളായിരുന്നു നിങ്ങളുടെ ചെയ്തികൾക്കാണ്. അത് ഏതെല്ലാം ചെയ്തികളായിക്കോട്ടെ, ഓരോ ചെയ്തികളായി എന്നെ കൊണ്ട് പറയിക്കാതിരിക്കുന്നതായിരിക്കും വൃത്തി. അത് ഇന്ന് രോഗബാധിതനായി കഴിയുന്ന ഒരു മനുഷ്യനെ ഞാൻ ആക്ഷേപിക്കുന്നില്ല. ശ്രീ വി എസ് അച്യുതാനന്ദന്റെ കാലം തൊട്ട് ഇ പി ജയരാജന്റെ കാലം വരെ അദ്ദേഹം നിങ്ങളുടെ ക്രൈം പാർട്ട്ണറാണ്, നിങ്ങളുടെ ക്രൈം ഡീലിങ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്, ഞങ്ങളുടെ അല്ല. ഞങ്ങളുമായി ഒരു ബന്ധമില്ല അദ്ദേഹത്തിന്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ പറ്റി ഞങ്ങൾ പറയുന്നില്ല. ചർച്ച നന്ദകുമാറിനെ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ നന്ദകുമാറിനെ ഞാൻ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ കെ സുധാകരൻ KPC അധ്യക്ഷൻ അല്ലായിരുന്നെങ്കിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകുമായിരുന്നു പറഞ്ഞു. 45% രമേശ് ചെന്നിത്തല BJP ചർച്ചകൾ നടത്തിയിരുന്നു എന്ന് പറഞ്ഞു. PMO ഇടപെട്ട് ആര് മുഖാന്തരം PK കുഞ്ഞാലിക്കുട്ടിയിലേക്ക് BJPയിലെ ക്ഷണം പോയി എന്ന് പറഞ്ഞു. നന്ദകുമാറിനെ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ ഏകപക്ഷീയ മുഖവിലേക്ക് എടുത്തുകൂടാ രാഹുൽ? അല്ല ശ്രീ ഹാഷ്മി, താങ്കൾ എൻ്റെ വാചകത്തെ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി. ഈ ദല്ലാൽ നന്ദകുമാറിനെ ഒരു ഘട്ടത്തിലും ഞങ്ങൾ ഓൺ ചെയ്തിട്ടില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. ദല്ലാൽ നന്ദകുമാർ ഇപ്പോൾ പ്രകാശ മാഷയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനകത്തൊരു അസ്വാഭാവികത തോന്നാം. പക്ഷേ ദല്ലാൽ നന്ദകുമാറുമായി കണക്റ്റഡായി വാർത്ത വരുന്ന ആരെ പറ്റിയാണ്? ഇ പി ജയരാജനെ പറ്റിയാണ്. ആ ഇ പി ജയരാജനും ദല്ലാൽ നന്ദകുമാറും തമ്മിൽ വിസിബിളി നമുക്ക് ബോധ്യമുള്ള ഒരു എവിഡൻഷ്യൽ വാല്യൂ ഉള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ എല്ലാ വാചകങ്ങളെയും വേദവാക്യങ്ങളായി ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇനി ശ്രീ കെ സുധാകരനെതിരായിട്ട് മാത്രമാണോ അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്? എത്ര കാലമായി കോൺഗ്രസ് വിരുദ്ധതയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം? അത് നമുക്ക് അറിവുള്ള സോളാർ കാലഘട്ടം തൊട്ട് എത്രയോ കാലഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുവാനും തേജോവധം ചെയ്യുവാനും CPM ഉപയോഗിച്ചിട്ടുള്ളൊരു പവർ ബ്രോക്കറാണ് അദ്ദേഹം. അതിനകത്ത് ആർക്കാ തർക്കമുള്ളത്? ഞാൻ പറഞ്ഞത് അതിനകത്ത് കൗതുകകരമായി എനിക്ക് തോന്നിയത്, ഞാൻ എൻ്റെ പ്രസ്താവനയുടെ ആദ്യ വാചകം തൊട്ട് പറയുന്നു, ശ്രീ ദല്ലാൽ നന്ദകുമാറും ഞാനും തമ്മിലൊരു ബന്ധവുമില്ല, അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ പറ്റി എനിക്ക് അറിയുകയുമില്ല. പക്ഷേ ഉറ്റ സുഹൃത്തുമായി റിലേറ്റഡ് ആയ ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ട് മാത്രമേ കോട്ട് ചെയ്യുന്നത്. അത് അവിടെയും ഞാൻ പരിമിതപ്പെടുത്തിയില്ലല്ലോ. ഞാൻ മറ്റെത്രയോ തെളിവുകൾ പറഞ്ഞു. ഞാൻ ഇതിനേക്കാൾ ഇന്ന് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ വാചകത്തേക്കാൾ ശോഭാ സുരേന്ദ്രൻ പുറത്തുവിട്ട തെളിവുകളേക്കാൾ അല്ലെങ്കിൽ പ്രകാശ് ജാവദേക്കറിൻ്റെതായി പറയുന്ന എവിഡൻഷ്യൽ കാര്യങ്ങളെക്കാൾ ഞാൻ പ്രസക്തമായി കൊടുക്കുന്നത് CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഹാഷ്മി എന്തുകൊണ്ടാണ് അത് ചോദ്യമായി ചോദിക്കാത്തത്? CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വളരെ ആവേശത്തോടു കൂടി പറയുകയാണ്. ഇപ്പോൾ ഇ പി ജയരാജൻ പറയുന്നതിനെ നമുക്ക് വേണമെങ്കിൽ ഇ പി ജയരാജൻ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞിട്ടുള്ള ആനുകൂല്യം കൊടുക്കാം. ശ്രീ MV ഗോവിന്ദൻ മാഷ് അങ്ങനെയാണോ? ശ്രീ MV ഗോവിന്ദൻ മാഷ് അവരുടെ പാർട്ടിക്കാർ പറയുന്ന അളഞ്ഞു തൂക്കി പറയേണ്ടത് മാത്രം പറയുന്ന ആളായിട്ട് കരുതപ്പെടുന്ന ഒരാളല്ലേ അവരുടെ പാർട്ടിക്കാർക്കിടയിൽ? ഞാനത് കേട്ടിട്ടില്ല രാഹുൽ. എനിക്ക് നയിച്ചാണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. MV ഗോവിന്ദൻ അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. MV ഗോവിന്ദൻ ഗുജറാത്തിൽ BJP പമ്പിച്ച വിജയം നേടുന്ന MV ഗോവിന്ദൻ പറയും. മാതൃഭൂമി ചാനലിൽ ഞാൻ പറയാം, മാതൃഭൂമിയുടെ സീനിയർ ജേർണലിസ്റ്റ് ആയ ശ്രീ അഭിലാഷ് മോഹനുമായി നടത്തിയ അഭിമുഖത്തിൽ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. താങ്കൾക്ക് ഞാൻ പറയുമ്പോൾ ഉണ്ടാകുന്ന അവിശ്വാസം, അതേ അവിശ്വാസം തന്നെയാണ് എനിക്കും. എനിക്കത് കാണാൻ കഴിഞ്ഞില്ല ഈ ദിവസത്തെ തിരക്കുകൾക്കിടയിൽ. ഒന്ന് അയച്ചു തരണം അഭ്യർത്ഥിക്കണം. ഞാൻ